വൈകുണ്ഠമായ ഗുരുവായൂരിലെ ശ്രീലകത്ത് ഇന്ന് വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഭക്തരെ കാത്തിരുന്നത്. പ്രപഞ്ചനാഥനായ ഗുരുവായൂരപ്പൻ താൻ വെറുമൊരു ഉണ്ണിയല്ല, മറിച്ച് അച്ഛനായ നന്ദഗോപരെ പോലെ വലിയ ഒരാളാണ് എന്ന ഭാവത്തിലാണ് ദർശനം നൽകിയത്. ഭക്തരുടെ ഹൃദയം കുളിർപ്പിക്കുന്ന ഈ വലിയ ഉണ്ണി ഭാവം ഭക്തിസാന്ദ്രമായ ഒരു അനുഭവമായിരുന്നു. കൊച്ചുകുട്ടികൾ വലിയവരുടെ വസ്ത്രം ധരിച്ച് നിൽക്കുന്നത് പോലെ ഭഗവാൻ ഇന്ന് വലിയൊരു വെളുത്ത പാവുമുണ്ടാണ് ഉടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ മനോഹരമായ കസവുകരകളുണ്ട്. നന്ദഗോപർ മുണ്ടുടുത്ത് അരയിൽ പട്ട് കെട്ടുന്നത് പോലെ തന്നെ ഭഗവാന്റെ അരയിൽ വയലറ്റ് നിറത്തിലുള്ള കസവുള്ള പട്ടുതുണി കൊണ്ട് മനോഹരമായിട്ട് കെട്ടിയിട്ടുണ്ട്. യശോദമ്മ തൻ്റെ പൊന്നുണ്ണിയെ അച്ഛനെ പോലെ ഒരുക്കി നിർത്തിയിരിക്കണമെന്നുള്ള ഒരു സങ്കല്പം, ഇത് അതീവ ഹൃദ്യമായിട്ടുള്ള ഒരു ഭാവമായിരുന്നു. കഴുത്തിനോട് ചേർന്ന് വളയം പോലുള്ള മാലകളും മുല്ലമൊട്ടുമാലയും ഐശ്വര്യം തുളുമ്പുന്ന കാശുമാലയും ഭഗവാൻ അണിഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ വലത് കൈയിൽ പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായ ഒരു താമരപ്പൂവും ഇടത് കൈയിൽ മാറോട് ചേർത്ത് തൻ്റെ പ്രിയപ്പെട്ട ഓടക്കുഴലുമാണ് പിടിച്ചിട്ടുള്ളത്. ഈ രൂപം വലിയ ഒരാളായിട്ട് സിംഹാസനത്തിൽ കയറാൻ പോകുന്ന രാജകുമാരനെ പോലെ നമുക്ക് തോന്നും. നെറ്റിയിൽ സ്വർണ്ണഗോപിയും ചെവിയിൽ ചെവിപ്പൂക്കളും അണിഞ്ഞ് ഞാൻ വലിയ ആളായില്ലേ എന്നുള്ള ഭാവത്തിൽ മനോഹരമായ മന്ദഹാസത്തോടെ നമ്മുടെ ഭഗവാൻ നിൽക്കുകയാണ്. പൊൻകിരീടത്തിനു മുകളിൽ വെളുത്ത പൂക്കളും തെച്ചിപ്പൂക്കളും തുളസിയും ചേർത്ത് 3 തിരുമുടി മാലകളാണ് ഭഗവാന്റെ ശിരസിനെ അലങ്കരിച്ചിട്ടുള്ളത്. താമരപ്പൂക്കളും തെച്ചിപ്പൂക്കളും ചേർത്ത് ഉരുട്ടി കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഉണ്ടമാല ഭഗവാന്റെ കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട്. ഇത് ഭഗവാന്റെ ഗാംഭീര്യം വർദ്ധിപ്പിക്കുന്ന അലങ്കാരമായിരുന്നു. ഭഗവാന്റെ മുകളിലായിട്ട് ഇങ്ങനെ വിധാനമായിട്ട് 6 വലിയ ഉണ്ടമാലകളാണ് തൂക്കിയിട്ടുള്ളത്. തുളസിയും തെച്ചിയും ചേർത്ത ഈ മാലകൾ ശ്രീലകത്തെ ദേവലോകാക്കി മാറ്റി. മുനിമാരുടെ ഹൃദയത്തിലെ അമൃതമായ, യശോദമ്മയുടെ കൈകളിലെ തഴമ്പായ, പശുക്കളുടെ നാവിലെ തേൻകുഴമ്പായ ആ പരബ്രഹ്മം ഇന്ന് നമ്മുടെ മുന്നിൽ ഒരു കുഞ്ഞ് നന്ദഗോപരായിട്ട് നിൽക്കുകയാണ്. വലിയ മുണ്ടെടുത്ത് നിൽക്കുന്നതിനാൽ തൃപ്പാദങ്ങളല്ല മുഴുവനായിട്ട് കാണുന്നില്ല, അല്പം മറിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. എന്നാലും ആ പാദങ്ങളിൽ മുറുകെ പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഭക്തൻ ഉറക്കെ നാമം ജപിച്ചാൽ ഭഗവാൻ എന്നും കൂടെ ഉണ്ടാവും എന്നുള്ള സത്യം ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഭഗവാന്റെ നാമജപം ചെയ്യാം. നാരായണ നാരായണ നാരായണ, കൃഷ്ണ ഗുരുവായൂരപ്പ.